വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 6. അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായി കുറച്ച് തിരക്കുകളായിരുന്നു, അപ്ഡേറ്റുകളൊന്നും ഇടാൻ സാധിച്ചില്ല. എന്നാൽ അതിനിടയിൽ ചില ചെറിയ സംഭവ വികാസങ്ങളൊക്കെ നടന്നതായി അറിഞ്ഞു. ആദ്യം തന്നെ സീസൺ 6ന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് ഡേറ്റ് മാർച്ച് 10 എന്നത് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചു എന്നതാണ്. പ്രേക്ഷകരൊക്കെ ലോഞ്ചിങ് ഡേറ്റ് പ്രഖ്യാപനം ഒരു വമ്പൻ പ്രൊമോയോടുകൂടി തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് പഴയ പ്രൊമോയിൽ തന്നെ ചില കട്ടിങ്ങുകളൊക്കെ നടത്തി ലോഞ്ച് ഡേറ്റ് പുറത്തുവിട്ടു. കാര്യമാക്കേണ്ട, സീസൺ 6 അൺപ്രെഡിക്റ്റബിൾ എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെ കരുതിയാൽ മതി. അടുത്തത് ബിഗ് ബോസ് സീസൺ 3 കണ്ടസ്റ്റന്റ് ഫിറോസ് ഖാനും അതുപോലെ സീസൺ 5 വിന്നർ അഖിൽ മാരാറും സോഷ്യൽ മീഡിയകളിൽ നടത്തിയ ചില പ്രസ്താവനകളാണ്. പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ പ്രേക്ഷകരാണ് ഒരു സീസണിന്റെ വിജയം തീരുമാനിക്കുന്നത്. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വിധി എഴുതിയതാണ്. ആ സീസൺ കഴിഞ്ഞു. ഇനി പുതിയ സീസണും പുതിയ കണ്ടസ്റ്റന്റ്സിനുമായുള്ള കാത്തിരിപ്പാണ്. അതിനിടയിൽ പബ്ലിക് അറ്റൻഷൻ ലഭിക്കാൻ മുൻ കണ്ടസ്റ്റൻസ് ഒക്കെ ഇതുപോലെ പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തും. നമ്മൾ ഇതൊന്നും കാര്യമാക്കേണ്ട. അവര് വന്നു, അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട സപ്പോർട്ടുകൾ കൊടുത്തു, മികച്ച പ്രകടനം നടത്തിയവരെ വിജയിപ്പിച്ചു, നല്ല നിലയിലാക്കി വിട്ടു. ഇനി അവരായി അവരുടെ പാടായി. നമ്മൾ ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർ നിലവിൽ പുതിയ സീസണിന്റെ, അതായത് സീസൺ 6ന്റെ കണ്ടസ്റ്റൻസിനെ കൈകാര്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. വ്യത്യസ്തമായ രീതിയിൽ പുതിയ കൺസെപ്റ്റുമായി എത്തുന്ന സീസൺ 6നായി കാത്തിരിക്കുകയാണ്. അതിനിടയിൽ ഇതുപോലെ വലിഞ്ഞു കയറി വരുന്ന പഴയ ടീമുകളെ പുറം കാലുകൊണ്ട് തട്ടിക്കളഞ്ഞേക്കുക. പുതിയ സീസണിന്റെ ആവേശം ഉൾക്കൊണ്ട് അടുത്ത അംഗത്തിന് തയ്യാറെടുക്കാം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം. സീസൺ 6ന്റെ കണ്ടസ്റ്റൻസിനൊക്കെ കൺഫർമേഷൻ കിട്ടിയെന്നാണ് അറിയുന്നത്. കൂടുതലൊന്നും തന്നെ വ്യക്തമായി അറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകളുമായി എത്താം. ചാനൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.